ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആർക്ക് വെൽഡിംഗ് ടൂൾസ് ആൻഡ് ആക്സസറീസ് എന്ന ടോപ്പിക്കിലാണ് എടുക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ആർക്ക് വെൽഡിംഗ് ആക്സസറീസ്. അപ്പം വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. ഒരേപോലെയുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ വെൽഡിങ്. വെൽഡിങ് പ്രധാനമായിട്ട് പലതരത്തിലുണ്ട്. പ്രധാനമായിട്ട് ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, CO2 വെൽഡിങ്, പലതരത്തിലുള്ള വെൽഡിങ്സ് ഉണ്ട്. അതുമാതിരി മിഗ് വെൽഡിങ്, ടിഗ് വെൽഡിങ്. അപ്പോൾ ഇതിൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ആക്സറിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. Some very important items used by a welder with an arc welding machines during welding operations are called welding accessories. വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ആർക്ക് വെൽഡിങ് ആക്സസറീസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ആർക്ക് വെൽഡിങ് ഉപകരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വിവിധ ആർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും അടുത്ത വശത്തായിട്ട് നമുക്ക് ഒരു വെൽഡിങ് മെഷീൻസ് കാണാൻ പറ്റും. വെൽഡിങ് മെഷീൻസ് പോകുന്ന രണ്ട് വയർ, ഇലക്ട്രോഡ് കേബിൾസ്, രണ്ട് കേബിൾസ് പോകുന്നുണ്ട്. ഒരു കേബിൾ ഇലക്ട്രോഡ് ഹോൾഡറിലേക്കും ഒരു കേബിൾ വർക്കിലേക്ക് നേരിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ വർക്ക് ടേബിളിലേക്ക് കൊടുക്കുന്നു. വർക്ക് ടേബിൾ നമ്മൾ ഒരിക്കലും ഒരു ബെസ്റ്റ് കണ്ടക്ടർ ഉണ്ടാക്കിയ ഒരു മെറ്റലാണ്. അത് ഇരുമ്പ് ഉണ്ടാക്കിയ ഒരു ടേബിൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുകളിൽ കാണിക്കുന്ന വർക്ക് പീസാണ്. മുകളിൽ ചിപ്പി ഹാമർ കാണിച്ചിട്ടുണ്ട്, വയർ ബ്രഷ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ആക്സസറീസ്. അതിൽ ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോഡ് ഹോൾഡർ. ഒന്നാമത്തത് ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് എ ക്ലാമ്പിംഗ് ഡിവൈസ് യൂസ്ഡ് ടു ഗ്രിപ്പ് ആൻഡ് മാനിപ്പുലേറ്റ് ദി ഇലക്ട്രോഡ് ഡ്യൂറിങ് ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡ് ചെയ്യുമ്പം നമ്മൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോഡ് ഹോൾഡർ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ അലോയ് ഫോർ ബെറ്റർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ശരിയായിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ട് ഇത് പ്രധാനമായിട്ട് കോപ്പർ അലോയ് ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അത് ചെമ്പ് അല്ലെങ്കിൽ ചെമ്പിൻ്റെ അലോയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ചെമ്പ് നല്ലൊരു കണ്ടക്ടറാണ്. The electrode holder is connected to the welding machine by a welding cable. ഈ ഇലക്ട്രോഡ് ഹോൾഡർ നമ്മൾ വെൽഡിംഗ് മെഷീനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് എർത്ത് ക്ലാമ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദി എർത്ത് കേബിൾ ഫാമിലി ടു ദി ജോബ് ഓർ വെൽഡിംഗ് ടേബിൾ. ഈ ഒരു എർത്തിനെ ഒരു വർക്കിനെ വെൽഡിംഗ് മെഷീനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്ലാമ്പാണ് എർത്ത് ക്ലാമ്പ്. അപ്പോൾ എർത്ത് ക്ലാമ്പ് സാധാരണ നമ്മൾ വെൽഡിംഗ് ടേബിളിലാണ് ഉറപ്പിച്ചു നിർത്തുന്നത്. ഇറ്റ് ഈസ് ആൾസോ മെയ്ഡ് ഓഫ് കോപ്പർ അലോയ്സ്. ഇതും ചെമ്പ് അല്ലെങ്കിൽ ചെമ്പിൻ്റെ അലോയ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്ക്രൂ ഓർ സ്പ്രിംഗ് ലോഡഡ് എർത്ത് ക്ലാമ്പ്സ് ആർ മെയ്ഡ് ഇൻ വേരിയസ് സൈസസ്, ദാറ്റ് ഈസ് 200, 300, 500 grams ആംസ്. അപ്പോൾ ഇത് പല രൂപത്തിലുള്ള പവർ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. നമുക്ക് 200 ആംപിയർ ആവാം, 300 ആംപിയറോ ഒരു 500 ആംപിയർ ഉള്ള പവറിലൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തതായിട്ട് വെൽഡിംഗ് കേബിൾസ് ഓർ ലീഡ്സ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ വെൽഡിംഗ് കേബിളിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ ആംപിയർ ലോ വോൾട്ടേജ് കറണ്ടാണ് പോകുന്നത്. ഹൈ ആംപിയർ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അതിനുള്ള കണ്ടക്ടറുടെ വണ്ണം കൂടുതലായിരിക്കണം. അപ്പോൾ മറ്റു കട്ടിയുള്ള കമ്പികളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ധാരാളം ചെറിയ കമ്പികളാണ് ഇതിൽ ഉണ്ടായിരിക്കും. കൂടുതൽ ആംപിയർ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദീസ് ആർ യൂസ്ഡ് ടു ക്യാരി ദ വെൽഡിംഗ് കറണ്ട് ഫ്രം വെൽഡിംഗ് മെഷീൻ ടു വർക്ക് ആൻഡ് ബാക്ക്. ഒരു വെൽഡിംഗ് മെഷീനിൽ നിന്ന് വർക്കിലേക്ക് കറണ്ട് കൊടുക്കാനും തിരിച്ചു വരാനും വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണ് വെൽഡിംഗ് കേബിൾ എന്ന് പറഞ്ഞത്. ദ ലീഡ് ഫ്രം ദ വെൽഡിംഗ് മെഷീൻസ് ടു ദി ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് കാൾഡ് ഇലക്ട്രോഡ് കേബിൾ. അപ്പോൾ ഇതുപോലെ ഒരു വെൽഡിംഗ് മെഷീനിൽ നിന്ന് ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് കൊടുക്കുന്ന വയറാണ് നമ്മൾ ഇലക്ട്രോഡ് കേബിൾ എന്ന് പറയുന്നത്. ദ ലീഡ് ഫ്രം ദ വർക്ക് ഓർ ജോബ് ത്രൂ ദ എർത്ത് ക്ലാമ്പ് ടു ദി വെൽഡിംഗ് മെഷീൻസ് ഈസ് കാൾഡ് എർത്ത് ഗ്രൗണ്ട് കേബിൾ.
ഇതുപോലെ വർക്കിന്ന് തിരിച്ച് മെഷീനിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എർത്ത് കേബിൾ, ഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത്. Cables are made of super flexible rubber insulation having fine copper wires and woven fabric reinforced layers. അപ്പോൾ ഈ കേബിൾസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിൾ റബ്ബറിങ് കവറിങ് ഉണ്ടാവും ചെമ്പിൻ്റെ മുകളിൽ, അതേപോലെ ഉള്ളിൽ കോപ്പർ വയേഴ്സാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ പുറത്ത് നമ്മൾ ഒരു ഉള്ളനായിട്ടുള്ള ഫാബ്രിക് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിരിക്കും. ലൂസ് ജോയിൻറ്റ്സ് ഓർ ബാഡ് കോണ്ടാക്ട്സ് കോസ് ഓവർ ഹീറ്റിംഗ് ഓഫ് കേബിൾസ്. ശരിയായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഇത് ചൂടാവാനൊക്കെ ഇത് കാരണമാവും, ഈ ജോയിൻറ്റ് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ചിപ്പി ഹാമർ. വെൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ചിപ്പി ഹാമർ. ദ ചിപ്പി ഹാമർ ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ സ്ലാഗ് ഫ്രം കവേഴ്സ് ദ ഡെപ്പോസിറ്റഡ് വെൽഡ് ബീഡ്. നമ്മൾ ചിപ്പ് ചെയ്യുമ്പം സ്ലാഗ്, നമുക്കറിയാം ഈ ഫ്ലക്സ് ഉരുകി കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ മുകളിൽ സ്ലാഗ് ഉണ്ടാകും. ഈ സ്ലാഗ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂർത്ത ടൂളാണ് ചിപ്പി ഹാമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ വിത്ത് എ മൈൽഡ് സ്റ്റീൽ ഹാൻഡിൽ. ഇത് ഒരു മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഒരു MS മൈൽഡ് സ്റ്റീൽ ഉണ്ടാക്കിയ ഒരു ഹാൻഡിൽ അതിനുണ്ടായിരിക്കും. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ചിസൽ എഡ്ജ് ഓൺ വൺ എൻഡ് ആൻഡ് എ പോയിൻ്റ് ഓൺ ദ അതർ ഫോർ ചിപ്പിംഗ് ഓഫ് സ്ലാഗ് ആൻഡ് പൊസിഷൻ. അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാഗത്ത് ചിസൽ എഡ്ജ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റൊരു ഭാഗത്ത് എന്തായിരിക്കും, ഇതിൻ്റെ സ്ലാഗ് ശരി കളയാൻ വേണ്ടിയിട്ട് കൂർത്ത ഭാഗവും ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ടോങ്സ് ആണ്. ടോങ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ഹോട്ട് വർക്ക് പീസസ് ആൻഡ് ടു ഹോൾഡ് ജോബ് ഇൻ പൊസിഷൻ. ഈ ടോങ്സ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചൂടായ വർക്ക് പീസ് പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ വർക്ക് ശരിക്കും പിടിച്ചിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. Care should be taken to maintain the sharp chisel edge and the point effective chipping slag. ഒരു ചിസൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടോങ്സ് പിടിക്കുമ്പോൾ ഈ ചിപ്പ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു കാർബൺ സ്റ്റീൽ വയർ ബ്രഷ്. ഇതിന് വയർ ബ്രഷ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ദ വർക്ക് സർഫസ് ഫ്രം റസ്റ്റ്, ഓക്സൈഡ് ആൻഡ് അതർ ഡർട്ട് എക്സെട്ര പ്രയർ ടു വെൽഡിങ്. വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിലുള്ള പൊടികളും മറ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്ന ഇതാണ് വയർ ബ്രഷ്. ക്ലീനിങ് ഈസ് ഇൻ്റർ ബീഡ് വെൽഡ് ഡെപ്പോസിറ്റ്സ് ആഫ്റ്റർ ചിപ്പിംഗ് ഓഫ് സ്ലാഗ്. ഷിപ്പ് ചെയ്ത് കഴിഞ്ഞ ശരി ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നു. ജനറൽ ക്ലീനിങ് ഓഫ് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊതുവായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഈ വയർ ബ്രഷ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ആക്സറീസും ടൂൾസൊക്കെയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.